ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും റുജിയുടെ ആക്സസ് പോയിൻ്റ് വെച്ചിട്ടുള്ളതാണ്. സോ നമ്മൾ റുജിയുടെ അക്കൗണ്ടിൽ ലോഗ്ഡ് ഇൻ ആണ്. സോ ഇന്നെന്താണ് പറയാൻ പോകുന്നത് വെച്ചാൽ ഒരു മെയിൻ്റെനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ ഇപ്പോൾ നിങ്ങൾ റുജി, അതായത് ഇൻ്റർനെറ്റ് ഇഷ്യൂ ആയിട്ടൊരു സൈറ്റിൽ ചെന്നു. ഓക്കെ, ആ സൈറ്റിലൊരു കുറച്ച് റുജിയുടെ ഡിവൈസുകളുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൽ അത് ഏത് പേരിലാണ് ഉള്ളതെന്ന് അറിയത്തില്ല. സോ അത് കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ഫൈൻഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സീരിയൽ നമ്പർ എടുക്കുക. അതിൻ്റെ സീരിയൽ നമ്പർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് റുജിയുടെ ക്ലൗഡ് പേജിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണുക. അതിനുശേഷം ആക്സസ് പോയിൻ്റ് ആണല്ലോ, ആക്സസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആക്സസ് പോയിൻ്റ് ലിസ്റ്റുകളോട് കാണിക്കും. അതിനുശേഷം നിങ്ങൾ സീരിയൽ നമ്പറിൻ്റെ ഇവിടെ വരിക. എന്നിട്ട് ആ സീരിയൽ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ആ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് പ്രൊജക്റ്റ് കാട്ടി. ഓക്കെ, ഇതാണ് എൻ്റെ പ്രൊജക്റ്റ്. ജസ്റ്റ് ആ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. സോ ആ പ്രൊജക്റ്റിൽ പോവാം. അതിനുശേഷം ഡിവൈസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഡിവൈസ്. ഓക്കെ, അപ്പോൾ ആ പ്രൊജക്റ്റിൽ ചെന്ന് ഡിവൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റിലുള്ള എല്ലാ ഡിവൈസുകളും കിട്ടും. സോ ആ പ്രൊജക്റ്റിലേക്ക് എൻ്റർ ആവാനുള്ളൊരു ഈസിയസ്റ്റ് വേ ആണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട് ആ പ്രൊജക്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ നമ്പർ അല്ലെങ്കിൽ പ്രോബബ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന കസ്റ്റമർ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ കസ്റ്റമർ നമ്പർ വെച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇനി ഇവിടെ ഞാൻ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് 2 വൈഫൈ നെയിമാണ്. ഓക്കെ, 2.4G ആൻഡ് 5G. സോ നമ്മൾ വൈഫൈ നെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം സ്പീഡ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ട് കുറച്ച് വഴികളുണ്ട്. അതിനായിട്ട് തന്നെ ഡിവൈസ് കോൺഫിഗറേഷനിൽ റേഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വൈഫൈക്ക് താഴെയായിട്ട് റേഡിയോ, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നതിന് ശേഷം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കൺട്രി ഓർ റീജിയൻ നിങ്ങൾ എവിടെയാണോ അവിടെയുള്ള UAE സെലക്ട് ചെയ്യാം. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. അതിനുശേഷം 2.4G നിങ്ങൾ 40 MHz സേവ് കൊടുക്കുക. അതുപോലെ 5G വരുന്നത് 80 MHz, ചില സ്ഥലത്ത് 160 MHz വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 160 ഇല്ല, 160 വരുന്നില്ല. ഓക്കെ, സോ 2.4G 40-ലും 5G 80-ലും കൊടുത്തു. മാക്സിമം വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, ചാനൽ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. സോ അത് രണ്ടും ഉറപ്പ് വരുത്തുക. ഓക്കെ, അതിനുശേഷം ഡിവൈസിൽ പോകാം. നിങ്ങളുടെ ഡിവൈസിലേക്ക് ലോഗിൻ ചെയ്യാം. ക്ലൗഡ് ത്രൂ ലോഗിൻ ചെയ്യാൻ പറ്റും, റിമോട്ട്ലി ലോഗിൻ ചെയ്യാം. നിങ്ങൾ സൈറ്റിലായതുകൊണ്ട് തന്നെ ഇതായിരിക്കും നിങ്ങൾക്ക് IP വരിക. ജസ്റ്റ് IP കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാനായിട്ട് വരും, ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ആവും. പാസ്വേഡ് വയ്ക്കുക. നിങ്ങൾ ആ പ്രൊജക്റ്റിന് ഇട്ട പാസ്വേഡ് തന്നെയായിരിക്കും ഇവിടെയും ടൈപ്പ് ചെയ്യേണ്ടത്. എൻ്റെ കേസിൽ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോഗിൻ ചെയ്തു, അകത്ത് കയറി. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ഡിവൈസ് വരുന്നത്. ജസ്റ്റ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. ഡിവൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തേക്ക് വരുമ്പോൾ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ POE സെറ്റിങ്ങിൽ പോവുക. ഓക്കെ, POE സെറ്റിങ്ങിൽ പോവുക. ദെൻ ഈ ഓട്ടോ ഒന്ന് മാറ്റുക, AF എനേബിൾ ചെയ്യുക. ഓക്കെ, സേവ് ചെയ്യുക. ഓക്കെ, ഇത് സേവ് ചെയ്യുക. സേവ് വരുത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, സേവ് ആക്കുക. ഈ AFലാണ് ഏറ്റവും മിനിമലായിട്ട് പവർ കൺസ്യൂം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മാക്സിമം ത്രൂപുട്ടും നെറ്റ്വർക്ക് സ്പീഡും കിട്ടാനായിട്ട് മാക്സിമം പവർ കൺസപ്ഷൻ കുറച്ചിട്ട് ഡാറ്റ ട്രാൻസ്ഫർ കൂട്ടാനായിട്ട് നമ്മൾ നോക്കണം. പവർ മോഡ് കുറയ്ക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് പോയിൻ്റ് താഴെയായിട്ട് ഇവിടെ 2.4G 5G എന്ന് പറഞ്ഞ റേഡിയോ കാണിക്കും. സോ അതും കൂടെ എനേബിൾ ചെയ്യുക. രണ്ടും ചിലപ്പോൾ ഡിഫോൾട്ട്ലി 2.4G ആയിരിക്കും എനേബിൾഡ് ആയിരിക്കുക. 2.4G 5G എനേബിൾ ചെയ്യുക. ഓക്കെ, ഈ ഒരു പവർ മോഡ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതാണ് നമുക്ക് നെറ്റ്വർക്ക് സ്പീഡ് കൂട്ടാനുള്ളൊരു മെത്തേഡ്. സോ ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി പഠിക്കാം. അതായത് ചില ഏരിയകളിൽ അല്ലെങ്കിൽ ഗസ്റ്റ് നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഗസ്റ്റ് നെറ്റ്വർക്കിൽ ഈ ആക്സസ് ടോക്കൺ വെച്ചിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അതായത് ഒരു 6 അക്ക പാസ്വേഡ് അല്ലെങ്കിൽ 5 അക്ക പാസ്വേഡൊക്കെ വെച്ചിട്ട്, പാസ്വേഡ് ഒരു കോഡ് ഉണ്ടാവും, ഒരു സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ള ആൽഫ ന്യൂമറിക് കോഡ് ഉണ്ടാവും. ആ കോഡ് വെച്ചിട്ട് വൈഫൈ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വൈഫൈയിൽ ഓപ്പൺ വൈഫൈ ആയിരിക്കും. വൈഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കടുത്ത് ലോഗിൻ സൈൻ ഇൻ പോലെ ചോദിക്കും. അവിടെ ഒരു കോഡ് അടിക്കണം. കോഡ് അടിച്ചാലാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ റുജി ചെയ്യാന്നുള്ളതാണ് ഇന്നത്തേത്.
നമുക്ക് ഡിവൈസ് അതിനായിട്ട് നമ്മൾ ആദ്യം ഓതൻറ്റിക്കേഷൻ ഓർ അക്കൗണ്ട്സ് വരിക. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അണ്ടറിലാണ് ഓതൻറ്റിക്കേഷൻ ഓർ അക്കൗണ്ട്സിൽ വരിക. അതിനുശേഷം ക്യാപ്റ്റീവ് പോർട്ടലിൽ പോവാം. ക്യാപ്റ്റീവ് പോർട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ ആഡ് ക്യാപ്റ്റീവ് പോർട്ടൽ കൊടുക്കുക. അതിനുശേഷം പോളിസി നെയിം, ഞാനിവിടെ പോളിസി നെയിമായിട്ട് ആക്സസ് ബേസ്ഡ് ഒരു പേരും കൊടുത്തു. ഓക്കെ, ആക്സസ് ബേസ്ഡ് ആണ്. പോളിസി മോഡ് ക്ലൗഡ് ത്രൂ ആണ് വേണ്ടത്, വേറെ എക്സ്റ്റേണലോ ലോക്കലായിട്ടുള്ള ഇത് ഡിവൈസുകളൊന്നുമില്ല. ഓതൻറ്റിക്കേഷൻ ഡിവൈസ് ആക്സസ് പോയിൻ്റ് ആണ്, വേറെ ഫയർവാളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. SSID എനിക്ക് 2 SSID ഉണ്ട്. ഞാൻ ടെസ്റ്റ്, അതായത് എൻ്റെ 2.4G റേഡിയോ വരുന്ന ടെസ്റ്റിലാണ് കണക്ട് ചെയ്യുന്നത്. ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓൺലൈൻ പീരീഡും കാര്യങ്ങളൊക്കെയാണ്, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓൾറെഡി ഞാൻ ഇതിലൊരു പോർട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്, ഒരു പോർട്ടൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. നോർമലി നിങ്ങളിവിടെ വരുമ്പോൾ പോർട്ടലൊന്നും ഉണ്ടാവില്ല. അതിന് വരെ ആഡ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർട്ടൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെയ്തതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. എഡിറ്റ്. ഓക്കെ, ഞാനതിന് പേജ് എന്ന് പറഞ്ഞാണ് പേര് കൊടുത്ത പോർട്ടൽ നെയിം. ഇവിടെ വരുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് വരുന്ന 1 ക്ലിക്ക് ലോഗിൻ ആയിരിക്കും. അതിനെ ഡിസേബിൾ ചെയ്തിട്ട് വൗച്ചറിലേക്ക് മാറ്റുക. വൗച്ചർ ലോഗിൻ ആണ് വരുന്നത്. ദെൻ ഷോ ബാലൻസ് ഓൺ പേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേജിന് ബാലൻസ് കാണാൻ പറ്റും, അതായത് എത്ര ഡാറ്റ ബാക്കിയുണ്ടെന്നുള്ള ഇത് കാണാം. ദെൻ പോസ്റ്റ് ലോഗിൻ URL ആണ്. ഇതെൻ്റെ കമ്പനി URL ഞാൻ കൊടുത്തു, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ URL ആണ്. സോ ഇത് കൊടുത്തതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു തരാം. ഇത് കൊടുത്തതുകൊണ്ട് ഞാൻ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയുടെ ഒരു ജസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന രീതിയിൽ ഞാൻ കമ്പനിയുടെ ഡീറ്റെയിൽ കൊടുത്തു, ഒരു പേജ് കൊടുത്തു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ആ പേജിലേക്ക് പോകും. ദെൻ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ലോഗോയും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാൻ കമ്പനി ലോഗോ ആണ് കൊടുത്തത്, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ലോഗോ കൊടുത്തു. ദെൻ പിക്ചർ ഡിഫോൾട്ട് പിക്ചർ ഞാൻ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. വെൽക്കം ടെക്സ്റ്റായിട്ട് കൊടുക്കാം. വെൽക്കം ടെക്സ്റ്റായിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ വരും. ദെൻ മാർക്കറ്റിംഗ് മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം, അതും ഇതിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നു. ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കോപ്പിറൈറ്റ്, ഇതെല്ലാം ഇവിടെ തന്നെ വരുന്നത്. അത് കസ്റ്റമൈസ് ചെയ്യാം, കളർ കസ്റ്റമൈസ് ചെയ്യാം, ഈ ടൈറ്റിൽ കസ്റ്റമൈസ് ചെയ്യാം. ദെൻ ഇതിൻ്റെ അകത്ത് എന്ത് എഴുതണം എന്നുള്ള കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെ എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് പിന്നെ ഒരു കാര്യം ചെയ്തത് അഡ്വർടൈസ്മെൻ്റ് ആണ്, അത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒന്നിലധികം ഫയലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ആഡിൻ്റെ ഡ്യൂറേഷനാണ്, ഞാനത് ജസ്റ്റ് 3 സെക്കൻഡ് തന്നെ ഡിഫോൾട്ട് കൊടുത്തു. ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം സ്കിപ്പ് വരാനുള്ള ഇതാണ്. ഞാൻ യൂസേഴ്സിന് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ 3 സെക്കൻഡ് കഴിഞ്ഞാലാണ് സ്കിപ്പ് കിട്ടത്തുള്ളൂ. ദെൻ താഴത്തേക്ക് വന്ന് ഞാൻ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ലോഗിൻ പേജ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പേജ് ഒന്ന് അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ആവാനായിട്ട് എടുത്തു. ദെൻ ഇവിടെ നമ്മൾ വന്നു, ഈ പോർട്ടലാണ് നമുക്ക് വേണ്ടത്, കൊടുത്തു. ദെൻ ഓക്കെ കൊടുത്തു, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി ഇതിന് വേണ്ടിയിട്ട് പാസ്വേഡ് നമുക്ക് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസർ മാനേജറിന് വരിക. യൂസർ മാനേജറിന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഒരു യൂസർ ഗ്രൂപ്പ് ആദ്യം ഉണ്ടാക്കുക. യൂസർ ഗ്രൂപ്പിൽ വന്നിട്ട് ആഡ് കൊടുക്കുക. യൂസർ ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കുക. ഞാൻ യൂസർ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ദെൻ താഴത്തേക്ക് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, താഴത്തേക്കുള്ള ഡീറ്റെയിൽസ്. എനിക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും കസ്റ്റമൈസ് ചെയ്യേണ്ട, കോട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിന്നോട്ടെ, ഡ്യൂറേഷനൊക്കെ എല്ലാം ഡിഫോൾട്ടായിട്ട് തന്നെ നടന്നോട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ കൊടുത്തു. അതിനുശേഷം വൗച്ചറിലാണ് വരേണ്ടത്, നമ്മൾ വൗച്ചർ ബേസ്ഡ് ആണ്. വൗച്ചർ വന്നു, ആഡ് കൊടുത്തു. ആഡിന് ശേഷം ക്വാണ്ടിറ്റി, എനിക്കൊരു ക്വാണ്ടിറ്റി മതി. യൂസർ ഗ്രൂപ്പ്, യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഗ്രൂപ്പ്. താഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, എന്തൊക്കെ ആൽഫ ന്യൂമറിക്ക് വേണം, അല്ലെങ്കിൽ ന്യൂമറിക്ക് മാത്രം മതിയോ എന്നുള്ളത് കസ്റ്റമൈസ് ചെയ്യാം. ഇത് ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് ആണ്, അത് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ്. നമുക്കതിൽ എഡിറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ കൊടുക്കുക. ഓക്കെ, കോഡ് ഓട്ടോമാറ്റിക്കലി വൗച്ചർ കോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയറിയാം വൗച്ചർ കോഡ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, വൗച്ചർ കോഡ് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. സോ നമ്മൾ ഇത്രയേ ഉള്ളൂ, സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ ഞാൻ ഈ വൗച്ചർ കോഡ് ഒന്ന് കോപ്പി ചെയ്യാണ്. ജസ്റ്റ് വൗച്ചർ കോഡ് കോപ്പി ചെയ്തു, ഇവിടെ വരാം, വൈഫൈ സെലക്ട് ചെയ്തു. ഓക്കെ, ടെസ്റ്റ് എന്ന് പറഞ്ഞാണ് വൈഫൈ, ഓപ്പൺ വൈഫൈ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, എന്താണ് സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. കണക്റ്റ് ആയിട്ടില്ല ഇപ്പോഴും, നോക്കിയാൽ അറിയാം വൈഫൈ കണക്റ്റ് ആയിട്ടില്ല, ആക്ഷൻ നീഡഡ് ആണ്. ഓക്കെ, വന്നു. സ്കിപ്പ് ചെയ്യാനുള്ള കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. ഇതാ എൻ്റെ ആഡുകൾ കംപ്ലീറ്റ് വരുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ആഡുകൾ ഇങ്ങനെ വന്നു. ഞാൻ ജസ്റ്റ് സ്കിപ്പ് കൊടുത്തു. ഓക്കെ, വൗച്ചർ ലോഗിൻ്റെ അവിടെ നമ്മൾ കോപ്പി ചെയ്ത വൗച്ചർ ലോഗിൻ നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇവിടെ നോക്കിയാൽ അറിയാം എൻ്റെ ലോഗോ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്, പേജ് കംപ്ലീറ്റ് ആണ്. ലോഗിൻ കൊടുത്തു. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നെക്സ്റ്റ് ഇതാ
എൻ്റെ പേജിലേക്ക് പോയി. ഓക്കെ, എൻ്റെ കമ്പനിയുടെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേജിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ജസ്റ്റ് പബ്ലിസിറ്റി, ജസ്റ്റ് ആ പേര് സ്ട്രൈക്ക് ആവുമല്ലോ, ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ആക്ഷൻ ലീഡർ ആയിരുന്നു, ഇപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാം. യൂട്യൂബും കാര്യങ്ങളെല്ലാം പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടുന്നുണ്ട്, അത് കൺഫേം ചെയ്തു. സോ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ വന്നാൽ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. യൂസർ മാനേജറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൗച്ചറിൽ വന്നു കഴിഞ്ഞാൽ കാണാം സ്റ്റാറ്റസ് ഇൻ യൂസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, ഇനി ഞാനതിനെ ഒന്ന് മാറ്റിയിട്ട് തിരിച്ചെൻ്റെ പഴയ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, എൻ്റെ പഴയ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഇൻ യൂസ് മാറും. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. വൗച്ചറിൽ പോവുക. ഓക്കെ, ഓൾറെഡി മാക്ക് അതായത് ബൈൻഡ് ആയതുകൊണ്ടാണ് ഇൻ യൂസ് വരുന്നത്, ആക്ടിവേറ്റഡ് ആയതുകൊണ്ടാണ് ഇൻ യൂസ് വരുന്നത്. നമുക്കാണെങ്കിൽ ഇതിനെ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിസേബിൾ ചെയ്തെന്ന് വിചാരിക്കാം. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഈ പറഞ്ഞാക്ക് യൂസർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ അൺലിമിറ്റഡ് അല്ലെങ്കിൽ ഇതിനൊരു ലിമിറ്റ് ഇല്ലയെന്ന് വിചാരിക്കാം. മീൻസ് പെർ ഡേ ലിമിറ്റ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ കോഡിനൊരു ലിമിറ്റ് വെച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ എൻ്റെ അക്കോമഡേഷൻ, അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ളവർക്ക് പെർ ഡേ ഒരു 1 GB അല്ലെങ്കിൽ 500 MB നെറ്റ് കൊടുക്കാം എന്നുള്ള കണ്ടീഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ എന്തെങ്കിലും പ്രശ്നം കാണിച്ച് നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ അയാളെ ഡിസേബിൾ ചെയ്യാൻ പറയാം. ഇനി അത് പോട്ടെ, അയാൾ അവിടെ നിന്ന് പോയി അപ്പോൾ ഈ കോഡ് മറ്റൊരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കോഡ് മറ്റൊരാൾക്ക് കൊടുത്ത് ഈ കോഡിന് നമുക്ക് ഡിസേബിൾ ചെയ്യാം. അത് മീൻസ് നാട്ടിൽ പോകുന്ന സമയത്ത് ഈ കോഡ് വേറൊരാൾക്ക് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ, അതായത് പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന ഒരാളുണ്ട്, അതായത് ഒരു യൂസറെ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇയാൾ നാട്ടിൽ പോകുന്ന സമയത്ത് അയാൾ നാട്ടിലാണ്, അപ്പോൾ ഇത് ഇനാക്റ്റീവ് ആവും. ഓക്കെ, അപ്പോൾ മറ്റൊരാൾക്ക് ഫോണിലിട്ട് കഴിഞ്ഞാൽ ഇത് അയാൾക്കും കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അയാൾ പോകുമ്പോൾ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മറ്റാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഈ കോഡ്. അപ്പോൾ തിരിച്ച് മറ്റാൾ ലീവ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആൾക്ക് നെറ്റും കിട്ടും, ഈ കോഡ് കളയുകയും വേണ്ട. ഓക്കെ, അപ്പോൾ പുതിയ കോഡ് കൊടുത്തുകൊണ്ടിരിക്കണ്ടേ. സോ ഇങ്ങനൊരു ഫീച്ചർ നമുക്ക് ക്ലൗഡ് ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റുചിയുടെ ക്ലൗഡിൽ ഉള്ളൊരു ഫീച്ചറാണിത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.